Welcome to my YouTube channel Biology Vlogs. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കും അതോടുകൂടി തന്നെ ഡയറി സയൻസിൽ വരുന്ന ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. So we all know milk is rich in nutrients and thus becomes susceptible to spoilage by microorganisms. Wholesome milk production involves avoiding all such sources of bacterial contamination of milk to increase the profitability and reduce perishability. Chemicals and other substitutes are added to milk which are called adulterants. അപ്പോൾ നമുക്കറിയാം മിൽക്ക് എന്ന് പറയുന്നത് വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മീഡിയയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്പോയിലേജിന് ഏറ്റവും സസെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മീഡിയയാണ് മിൽക്ക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്? അതായത് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകാതെ എല്ലാ സോഴ്സസും, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ്റെ എല്ലാ സോഴ്സസും അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് മിൽക്ക് പ്രൊഡക്ഷൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക. അതുപോലെ തന്നെ പെറിഷബിലിറ്റി, അതായത് സ്പോയിലേജിനുള്ള ചാൻസ് കുറയ്ക്കുക. അതുപോലെ തന്നെ മിൽക്കിൽ ആഡ് ചെയ്യുന്ന അഡൾട്ടറൻസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ ഡിനോട്ട്സ് ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് വിത്ത് മിനിമം എമൗണ്ട് ഓഫ് ബാക്ടീരിയ ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഇൻ സേഫ് കണ്ടീഷൻസ് ടിൽ ദ മിൽക്ക് ഈസ് പ്രോസസ്ഡ്. അപ്പോൾ ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അതെന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ ഓഫ് മിൽക്കാണ് വിത്ത് മിനിമം എമൗണ്ട് ഓഫ് ബാക്ടീരിയ. നോ ബാക്ടീരിയ എന്ന് പറയുന്നില്ല, മിനിമം എമൗണ്ട് ഓഫ് ബാക്ടീരിയ ആണ്. ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഇൻ സേഫ് കണ്ടീഷനിൽ വെച്ചിട്ട്, അതായത് മിൽക്ക് ഫർദർ പ്രോസസ്സ് ചെയ്യുന്നവരെ ഒരു സേഫ് കണ്ടീഷനിൽ മിൽക്കിനെ കീപ്പ് ചെയ്യുക. അതാണ് ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? പ്രോപ്പർ ഹൈജീനിക് മെഷേഴ്സ് ആൻഡ് സ്റ്റോറേജ് ഷുഡ് ബി ഫോളോഡ് ഫോർ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ. Milk is a good medium for the growth of bacteria, so care should be taken to reduce the bacterial load in milk to minimal level. The bacteria enter into the milk through various sources. അപ്പം ബാക്ടീരിയ നമ്മുടെ മിൽക്കിൽ എൻ്റർ ചെയ്യുന്ന വളരെ ഡിഫറെൻറ്റ് സോഴ്സസിൽ കൂടെയാണ്, അല്ലേ? അണ്ടറിലൂടെ ആവാം, മിൽക്കേഴ്സിന് കൂടെ ആവാം, അല്ലെങ്കിൽ മിൽക്കർ എൻവയോൺമെൻറ്റിൽ കൂടെ ആവാം, അട്ടൻസിൽസ് മിൽക്കിങ്ങിന് യൂസ് ചെയ്യുന്ന അട്ടൻസിൽസ് വഴിയാവാം, അല്ലെങ്കിൽ ഇംപ്രോപ്പർ സ്റ്റോറേജ് വഴിയൊക്കെ തന്നെ ബാക്ടീരിയ മിൽക്കിൽ എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് നോക്കാം. മെയിനായിട്ട് 4 തരത്തിലാണ് സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അഡർ ഇൻഫെക്ഷൻ, അല്ലേ? അപ്പോൾ നമ്മുടെ കാറ്റിൽസിൻ്റെ അഡർ ഇൻഫെക്ഷൻ വഴിയാവാം, അല്ലെങ്കിൽ ഡേർട്ടി അഡേഴ്സ് ആൻഡ് ടീത്സ്, നല്ലപോലെ ക്ലീൻ ചെയ്യാത്ത അഡേഴ്സിൽ നിന്ന് നമ്മൾ മിൽക്കിങ് ചെയ്യുമ്പോൾ അങ്ങനെയാവാം കണ്ടാമിനേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഹാൻഡ്സ് ആൻഡ് അഡർ ക്ലോത്ത്സ്, നമ്മളത് മിൽക്ക് ചെയ്യുന്ന ആരാണോ അവരുടെ ഹാൻഡ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ മിൽക്കിംഗ് എക്യുപ്മെൻറ്റ്സിൽ നിന്നൊക്കെ തന്നെ ഈ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ഓഫ് മിൽക്ക് ആൻഡ് കൺട്രോൾ മെഷേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ഓഫ് അഡർ. അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? വാഷ് ആൻഡ് വൈപ്പ് അഡർ വിത്ത് ആൻറ്റിസെപ്റ്റിക് ലോഷൻ, ക്ലിപ്പ് ദ ഹെയർ അറൗണ്ട് അഡർ ആൻഡ് ഫ്ലാങ്ക്. ഇതാണ് അതിനൊരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്. ദെൻ പറഞ്ഞ ഇൻറ്റീരിയർ ഓഫ് അഡേഴ്സ് എങ്ങനെ ക്ലീൻ ചെയ്യാം, അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? ചെക്ക് ഫോർ മാസ്റ്റൈസിസ് യൂസിങ് സ്ട്രിപ്പ് കപ്പ് ഓർ കാലിഫോമിയ മാസ്റ്റൈസിസ് ടെസ്റ്റ്, ഡിസ്കാർഡ് ഫോർ മിൽക്ക്. അപ്പം ഇൻറ്റീരിയർ ഓഫ് അഡറിൽ എന്തെങ്കിലും സോഴ്സസ് ഓഫ് കണ്ടാമിനേഷൻ ഉണ്ടോ എന്ന് നോക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മാസ്റ്റൈസിസ് ഉണ്ടോ എന്ന് നോക്കണം. അത് നമുക്ക് കാലിഫോമിയ മാസ്റ്റൈസിസ് ടെസ്റ്റ് വഴി നമുക്ക് കൺഫേം ചെയ്യാം. അതുപോലെ തന്നെ ഫോർ മിൽക്ക്, അതായത് മിൽക്കിങ്ങിന് മുന്നേ ഉള്ള തൊട്ട് ആദ്യമേ കിട്ടുന്നൊരു മിൽക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. കാരണം അതെന്ന് പറഞ്ഞാൽ കൂടുതൽ മൈക്രോബ്സ് നിറഞ്ഞിരിക്കുമായിരിക്കും ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അത് ഡിസ്കാർഡ് ചെയ്യാം. ദെൻ എയർ ആൻഡ് ഡസ്റ്റ് ഇൻ കാറ്റിൽ ഷെഡിലുള്ള എയറും ഡസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതും കണ്ടാമിനേഷൻ സോഴ്സാണ്. അതിനുവേണ്ടി അവോയ്ഡ് ഡസ്റ്റി എൻവയോൺമെൻറ്റ് അറ്റ് മിൽക്കിംഗ് ടൈം, യൂസ് സ്മോൾ ടോപ്പ് ഓർ ഡോം ഷേപ്ഡ് മിൽക്ക് പെയിൽ, കീപ് മിൽക്ക് കവേർഡ്. ഓക്കെ. ദെൻ എന്ന് പറയുന്നത് ഫ്ലൈസ് ആൻഡ് അതർ ഇൻസെക്ട്സ് ആകുമ്പം എലിമിനേറ്റ് ബ്രീഡിംഗ് പ്ലേസസ്, കൺട്രോൾ ഫ്ലൈസ് ആൻഡ് ഇൻസെക്ട്സ് വിത്ത് മൈൽഡ് ഇൻസെക്ടിസൈഡൽ സ്പ്രേസ് ആൻഡ് റിപ്പലൻസ്. അപ്പം ഇൻസെക്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൈൽഡായിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ സ്പ്രേസ് റിപ്പലൻസ് യൂസ് ചെയ്യുക.
കാരണം വളരെ ഹൈ ഡോസിലുള്ള ഈ റിപ്പലൻസ് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ മിൽക്കിലെങ്ങാനും വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് ദോഷമായിട്ട് ബാധിക്കും അല്ലേ. ഇനി മിൽക്കറിൻ്റെ കാര്യം പറയുമ്പം പ്രാക്ടീസ് ക്ലീൻ ഹാബിറ്റ്സ്, കട്ട് ദ ഫിംഗർ നെയിൽസ് ക്ലോസ്ലി, വാഷിംഗ് ഓഫ് ഹാൻഡ്സ് വിത്ത് ആൻറ്റിസെപ്റ്റിക്സ്, ഹെൽത്ത് അവയർനെസ് ആൻഡ് ഫ്രീ ഓഫ് ഡിസീസസ്, ഡ്രൈ മിൽക്കിംഗ്. അതായത് ഡ്രൈ മിൽക്കിംഗ് എന്ന് പറയുമ്പം നമ്മൾ മിൽക്കിങ്ങിന് മുന്നേ നമ്മൾ ടിറ്റ്സൊക്കെ വാഷ് ചെയ്യാറുണ്ട്, അഡർ വാഷ് ചെയ്യും. അതിനുശേഷം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ മിൽക്ക് ചെയ്യാൻ. അതിനാണ് നമ്മൾ ഡ്രൈ മിൽക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം മിൽക്കർ നല്ല ഹൈജീനിക് ആയിരിക്കണം, ഹാൻഡ്സ് എല്ലാം വാഷ് ചെയ്ത് നല്ല ഹെൽത്തി ആയിരിക്കണം ആൾ. മറ്റ് വൂൺസോ കയ്യിൽ വൂൺസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അറ്റൻസിൽസ് വരുമ്പോൾ ക്ലീൻ, സാനിറ്റൈസ് ആൻഡ് ഡ്രൈ ബിഫോർ യൂസ്. അപ്പോൾ അറ്റൻസിൽസ് മിൽക്കിങ്ങിന് മുന്നേ തന്നെ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് വെച്ച് അതുപോലെ തന്നെ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കണം. അപ്പോൾ ഇത്രയാണ് സോഴ്സസ് ഓഫ് കണ്ടാമിനേഷനും അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോൾ മെഷേഴ്സും എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഇതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലീൻ ഷെഡായിരിക്കണം, വാഷിംഗ് ദ ഹാൻഡ്സ് ബിഫോർ മിൽക്കിംഗ് മിൽക്കറിൻ്റെ കേസിൽ, ദെൻ കറക്റ്റ് മിൽക്കിംഗ് മെത്തേഡ് ആയിരിക്കണം, ഫോർ മിൽക്ക് ഡിസ്കാർഡ് ചെയ്യണം, ദെൻ ക്ലീൻ അറ്റൻസിൽസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ദെൻ ക്ലീനിങ് അഡർ യൂസിങ് ആൻറ്റിസെപ്റ്റിക്സ്, ദെൻ സീവിങ് ഓഫ് മിൽക്ക്. അപ്പോൾ ഈ സീവിങ് ഓഫ് മിൽക്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മൈക്രോബ്സിനെ എല്ലാം തന്നെ നമുക്ക് അല്ലെങ്കിൽ ബാക്ടീരിയാസിനെ എല്ലാം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അഡൾട്ടറേഷൻ ഓഫ് മിൽക്ക്, അതൊരു അനദർ ടോപ്പിക്കാണ്. അപ്പോൾ അഡൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ ദറ്റ് കോമൺ അഡൾട്ടറൻസ് പ്രസൻറ്റ് ഇൻ ദ മിൽക്ക് ആർ. ഇപ്പോൾ മിൽക്കിലുള്ള കോമൺ അഡൾട്ടറൻസ് എന്ന് പറയുന്നത്, അതായത് മായം എന്ന് പറയുമല്ലോ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർച്ച്, ഷുഗർ ആൻഡ് വാട്ടർ ആണ് കോമൺ ആയിട്ടുള്ള അഡൾട്ടറൻസ്. ദ അഡീഷൻ ഓഫ് വാട്ടർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ മെഷറിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് യൂസിങ് ലാക്ടോമീറ്റർ. അപ്പോൾ വാട്ടർ അഡൾട്ടറൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് ലാക്ടോമീറ്റർ യൂസ് ചെയ്യാം. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ അഡീഷൻ ഓഫ് സ്റ്റാർച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ആഡിങ് അയഡിൻ സൊല്യൂഷൻ. അപ്പോൾ അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ചസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർച്ച് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാം. അതുപോലെ തന്നെ ഷുഗർ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ യൂസിങ് സെലിവാനോസ് റിയേജൻ ടു ദ മിൽക്ക്. അപ്പം നമ്മൾ ഷുഗറിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെലിവാനോസ് റിയേജൻ്റ് ആണ് ഷുഗർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. The fat percentage of the milk can be estimated by Gerber's method. അപ്പോൾ ഫാറ്റ് പെർസെൻറ്റേജ് ഓഫ് മിൽക്ക് ഏത് മെത്തേഡ് വഴിയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗർബേഴ്സ് മെത്തേഡ് വഴിയിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദെൻ അഡൾട്ടറേഷൻ ഓഫ് മിൽക്ക് നോക്കാം. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ബ്രീഫായിട്ട് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ വന്ന് അഡീഷൻ ഓഫ് മിൽക്കാണ്, അഡീഷൻ ഓഫ് വാട്ടർ, ദെൻ അഡീഷൻ ഓഫ് സെപ്പറേറ്റഡ് മിൽക്ക്, ദെൻ റിമൂവൽ ഓഫ് ഫാറ്റ്, addition of water and some solid soluble substances like starch, sugar ഇതെല്ലാം ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? അഡൾട്ടറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റിമൂവൽ ഓഫ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ ഫാറ്റ് മാറ്റിയിട്ട് അല്ലാത്ത മായങ്ങൾ, അതായത് വനസ്പതി അങ്ങനെയുള്ള വാക്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റിമൂവൽ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അഡീഷൻ ഓഫ് വാട്ടർ ടു മിൽക്ക്, ഇതൊരു അഡൾട്ടറൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. If water is added to milk, there is reduction in lactometer reading. അപ്പോൾ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ റീഡിങ് കാര്യമായിട്ട് കുറയും. ആൻഡ് ദെയർ ബൈ റിഡക്ഷൻ ഇൻ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പം ലാക്ടോമീറ്റർ റീഡിങ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് അല്ലേ. അപ്പോൾ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. If water is added greater than 10% level, it can be determined by SNF content of milk. അപ്പം 10% കൂടുതൽ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്കിൻ്റെ SNF വാല്യൂ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാക്ടോമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്യുവൻസ് ലാക്ടോമീറ്റർ വിച്ച് ഈസ് കാലിബ്രേറ്റഡ് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സീൽ ലാക്ടോമീറ്റർ കാലിബ്രേറ്റഡ് അറ്റ് 29 ഡിഗ്രി സെൽഷ്യസ്. ഈ രണ്ട് ലാക്ടോമീറ്ററാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 1.028 to 1.035 ആണ്. ഈ ഒരു റേഞ്ചാണ് നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാവിറ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് കാര്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വാട്ടർ അഡൾട്ടറൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് സ്റ്റാർച്ച് ടു മിൽക്ക് എങ്ങനെയാണെന്ന് നോക്കാം.
iodine solution gives intense blue color with starch. അത് നമുക്കറിയാലേ, iodine solution ആണ് സ്റ്റാർച്ച് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ എന്തായിട്ടും ഒരു ബ്ലൂ കളറാണ് കിട്ടുന്നത്. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ആൻ അൺസ്റ്റേബിൾ സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സ് കോമ്പൗണ്ട്. അപ്പം സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സ് കാരണം ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ടേക്ക് about 3 ml of well mixed sample of milk in the test tube, then boil the milk over flame. മിൽക്കിനെ നന്നായിട്ട് ബോയിൽ ചെയ്യുക. അതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്തിട്ട് 1% അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഇത് വേണമെങ്കിൽ ചോദിക്കാം. 1% അയഡിൻ സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ കളർ ഡെവലപ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒബ്സർവ് ചെയ്യുക. ഫോർമേഷൻ ഓഫ് ബ്ലൂ വയലറ്റ് കളർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, അപ്പോൾ ഈ കളർ പിന്നീട് കൂൾ ചെയ്യുന്നതിനനുസരിച്ച് ഈ കളർ ഡിസപ്പിയർ ചെയ്തുകൊണ്ടും ഇരിക്കും. ഇങ്ങനെയാണ് നമ്മൾ അഡീഷൻ ഓഫ് സ്റ്റാർച്ച് ടു മിൽക്ക് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് കെയിൻ ഷുഗറാണ്. അപ്പോൾ കെയിൻ ഷുഗർ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് നോക്കാം. ഒരു 5 ml മിൽക്ക് എടുക്കുക ടെസ്റ്റ് ട്യൂബിൽ. അതിലേക്ക് 1 ml കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഒരു പിഞ്ച് ഓഫ് റിസോഴ്സിനോൾ പൗഡർ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കോൺസെൻട്രേറ്റഡ് HCl റിസോഴ്സിനോളും ഒരു 5 ml മിൽക്കിലേക്ക് ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം പ്ലേസ് ദ ടെസ്റ്റ് ട്യൂബ് ഇൻ ബോയിലിംഗ് വാട്ടർ ഫോർ 5 minutes. ഈ ടെസ്റ്റ് ട്യൂബ് ബോയിലിംഗ് വാട്ടറിൽ 5 minutes വെക്കുക. അപ്പോൾ നമുക്ക് കളർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദ ഡെവലപ്മെൻറ്റ് ഓഫ് റെഡ് റിംഗ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് കെയിൻ ഷുഗർ ആസ് ആൻ അഡൾട്ടറൻറ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു റെഡ് റിങ് ഈ ടെസ്റ്റ് ട്യൂബിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിൽ കെയിൻ ഷുഗർ അഡൾട്ടറൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കെയിൻ ഷുഗറിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കെയിൻ ഷുഗറിൻ്റെ കേസിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് HClഉം റിസോഴ്സിനോളുമാണ് യൂസ് ചെയ്തത്. ഷുഗറിൻ്റെ, അതായത് സ്റ്റാർച്ചിൻ്റെ കേസിൽ 1% അയഡിൻ സൊല്യൂഷനാണ് യൂസ് ചെയ്തത്. ഇൻ ചാൻസസ് എഫക്റ്റഡ് ഇൻ മിൽക്ക് ബൈ വേരിയസ് ഫോംസ് ഓഫ് അഡൾട്ടറൻസ് നോക്കാം. അഡീഷൻ ഓഫ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? കാര്യമായിട്ട് കുറയും. അതുപോലെ തന്നെ ഫാറ്റ് പെർസെൻറ്റേജും SNF പെർസെൻറ്റേജും കുറയും. സ്കിം മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും അല്ലേ, അതായത് SNF കൂടും. അതുപോലെ തന്നെ ഫാറ്റും കൂടും, ഫാറ്റ് കുറയും അല്ലേ. SNF കൂടുകയെന്ന് വെച്ചാൽ ഫാറ്റ് കുറയാണ്. ഓക്കെ, ദെൻ റിമൂവൽ ഓഫ് ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയാണ് അല്ലേ, SNF കൂടുകയാണ്, ഫാറ്റ് പെർസെൻറ്റേജ് കുറയാണ്. ദെൻ അഡീഷൻ ഓഫ് വാട്ടർ ആൻഡ് സം സോളിബിൾ സബ്സ്റ്റൻസ് ലൈക്ക് സ്റ്റാർച്ച്, ഷുഗറൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നോർമലായിട്ട് നിൽക്കും. അതുപോലെ SNFും നോർമലായിട്ട് നിൽക്കും. പക്ഷേ ഫാറ്റ് എന്ന് പറയുന്നത് കുറയും. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ഈ സ്റ്റാർച്ചും ഷുഗറും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം അവർ ആഡ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് കാര്യമായിട്ടുള്ളൊരു മാറ്റം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അഡൾട്ടറൻസ് നോക്കി, അതിനുശേഷം ഹോൾസം മിൽക്ക് പ്രൊഡക്ഷൻ നോക്കി, ദെൻ ക്ലീൻ അതായത് ഹൈജീനിക് കണ്ടീഷൻസ് നോക്കി അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ ഈ ഡയറി സയൻസ് കുറച്ച് ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് പാർട്ട് 1ഉം 2ഉം അതുപോലെ തന്നെ ഹോൾസം മിൽക്ക് പ്രൊഡക്ഷനും ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ആ ടോപ്പിക്ക് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം കവർ ചെയ്യാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.